മണി 7. ഞാൻ ചാരുകസേരയിൽ കിടന്നുകൊണ്ട് ഓർത്തു, ഈ ദിനമെങ്കിലും കളങ്കമില്ലാതെ സൂക്ഷിക്കണം. ആരോടും ഒന്നും കടം വാങ്ങാൻ പാടില്ല. ഒരു കുഴപ്പവും ഇന്നുണ്ടാവരുത്. ഈ ദിവസം മംഗളകരമായി തന്നെ പര്യവസാനിക്കണം. ഇന്നെനിക്ക് എത്ര വയസ്സായി കാണും? കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഒന്ന് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തിൽ 26 അല്ല 32, അതോ 47? പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഒരെണ്ണം മതി, തരുമോ? ഓ, എന്തൊരു ചോദ്യമാ നാരായണി ഇത്. തരുവോന്ന്? നാരായണി, അവിടെ തന്നെ നിൽക്കണേ, ഞാൻ ഇപ്പം കൊണ്ടുവരാം. നാരായണി, ഞാൻ ചുംബിക്കുകയായിരുന്നു. മതിലില്ലോ? അല്ല. പിന്നെ? ഓരോ പൂവിലും, ഓരോ മൊട്ടിലും, ഓരോ ഇലയിലും. ദൈവമേ, എനിക്ക് കരച്ചിൽ വരുന്നു. എന്നാ ദാ വരുന്നു. കിട്ടിയോ? ദൈവമേ, കിട്ടി. കമ്പുകളിലെ കെട്ടഴിക്കണം. അഴിക്കാം. ഞാൻ പൂക്കളെല്ലാം നുള്ളിയെടുത്ത് വെക്കാൻ പോകുകയാ. എവിടെ? മൂടിക്കെട്ടിലോ? അല്ല, പിന്നെ? ഹൃദയത്തിനുള്ളിൽ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ. ഈ ഭൂമി മനുഷ്യർക്ക് മാത്രമുള്ളതല്ല. പാമ്പുകൾക്കും പഴുതാരകൾക്കും ഈയാമ്പാറ്റകൾക്കും ആനകൾക്കും സിംഹങ്ങൾക്കും എല്ലാം ഉള്ളതാണ്. അവരെല്ലാം ഈ ഭൂമിയുടെ അവകാശികളാണ്. മനുഷ്യന് മാത്രമല്ല, പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച ഭൂമിയുടെ അവകാശികളുടെ പ്രിയപ്പെട്ട കഥാകാരൻ. എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചതും കരഞ്ഞതും ഞാൻ തന്നെയാണ്. കാരണം അതെല്ലാം എന്റെ അനുഭവങ്ങളായിരുന്നു. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ സാറിന്റെ വാക്കുകളാണ്. ഇന്ന് നമ്മുടെ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ സാറിന്റെ ജന്മദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് ബഷീർ സാറിനെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ വെൽക്കം ടു അമൃത് വേണി ലൈവ് സ്പീഡ് സൂപ്പർ സ്റ്റാർ സീനിയർ, പവർഡ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. ഹായ് ചേച്ചി. പാവം ശബ്ദം ഇല്ല. ഓ, വയ്യെങ്കിലും നല്ല ബാസുള്ള വോയിസ് അല്ലേ. ഏട്ടാ സാർ, തുടക്കം തന്നെ നമ്മള് പേടിപ്പിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ശ്രുതി ചലഞ്ച് റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, പാടാൻ വരുന്നു കീർത്തി. സുരഭി വാടികളിൽ അകലെ വിടെ പോയി നീ, സജലമിഴികൾ തേടുകയായി ഹൃദയനാഥ വരൂ, വിരഹമിതലിയാൻ മാധവം മലരുകൾ തൂവിയ ശയ്യയിൽ പ്രണയ നിവേദമിതേ
നുകരുവാനായി ശലഭമേ നീ പോയോ സ്മൃതി പരാഗ തരികൾ നിന്റെ ചിറകിലുണരില്ലേ നാഥാനിൻ പ്രേമവനിതൻ ഓരത്തായി വിരിഞ്ഞലിയുവാൻ കൈക്കുമ്പിൽ കൂപ്പിയെരിയും ഒരേ കാന്ത സൗഗന്ധികം രമ്യം നന്ദനവനം അരമ്യോ ചൈത്രതരു കാമ്യം നിനയ്ക്കുന്നതിൽ സാമ്യം അല്ലിതോ രണ്ടും സമയനദിയിൽ അലസമൊഴുകും നിമിഷ നൗകയിലേറി ഒരു കിനാവിൽ വരിക വീണ്ടും നിശയിൽ നീലിമയിൽ ദേവാനിൻ പാദപതനം ചാരത്തായി അറിഞ്ഞുണരുവാൻ ഈ ജന്മം കൂടിയണിയാ ഹേമന്ത നിദ്രാവരം വിജന സുരഭി വാടികളിൽ അകലെ എവിടെ പോയി നീ സജലമിഴികൾ തേടുകയാൽ ഹൃദയനാഥ വരൂ വിരഹമിതലിയാൻ മാധവം മലരുകൾ തൂവിയ ശയ്യയിൽ പ്രണയ നിവേദ്യമിതേൽക്കുവാൻ പ്രിയനു പരിഭവമോ തനനം തനനം തനനനനാ കീർത്തി, എന്തോ? നമ്മുടെ രമ്യ ചേച്ചി പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? Yes. എന്തുകൊണ്ടാണ് ഈ പാട്ട് ഈ ഒരു റൗണ്ടിന് സെലക്ട് ചെയ്തത്? എൻ്റെ ഒരു ജോണർ ഏകദേശം ഇതേ പോലെയാണ്. ഈ പാട്ട് തന്നെ ഒരുപാട് മുന്നേ പാടിയിട്ടുണ്ട് ഞാൻ. അപ്പോ Okay. അതൊരു ഒരുപാട് കംഫർട്ടബിൾ മുന്നേ ജോണർ. ഇത് റിലീസ് ആവുന്നതിന് മുമ്പ് പിന്നെ അതിന് ശേഷം ഒരുപാട് സ്റ്റേജിൽ പാടിയല്ലേ? അതെ, ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ഷാനിക്ക. കീർത്തി എന്തോ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സർ. രമ്യയുടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം പാട്ടുകളെ പാടിയിട്ടുള്ളൂ, അതെ. പക്ഷെ പാടിയതൊക്കെ ഹിറ്റാണ്. ഈ മനുഷ്യന്റെ കയ്യിൽ നിന്നാണ് തുടങ്ങിയത്. അതെ. ആണ്ടിലോണ്ടെന്ന് തുടങ്ങി പിന്നെ അവളെ പിടിച്ചാൽ കിട്ടിയിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത പാട്ടുകാരിയാണ്. ഓഫ് കോഴ്സ് ആക്ട്രസ്, ഡാൻസർ, അങ്ങനെ സകല കലാ വല്ലഭി. അതെ. നന്നായിട്ട് പാടി കീർത്തി. താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു. കോറസും നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്ക് എന്നെ ഒന്ന് നോക്കിയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതെന്തായിരുന്നു ആ വരി? എന്തോ ഒരു ഹൃദയനാഥ്. നിക്ക്, അതൊന്നും കൂടെ ഞങ്ങൾക്ക് ഇവിടെ കേക്കണം അല്ലേ? ഹൃദയനാഥ വരൂന്ന് ഒന്ന് പാടിക്കേ. സജലമിഴികൾ തേടുകയാൽ ഹൃദയനാഥ വരൂ. ജീവിതം തുലയ്ക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? നല്ലായിരുന്നു കീർത്തി. ഒന്നാമത് ഇതിന്റെ വോയിസ് മോഡുലേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പാട്ടിന്. അത് രമ്യ അതുപോലെ തന്നെയാണ്. എല്ലാ ഈ പാട്ടിനനുസരിച്ച് ഏത് പാട്ടാണെങ്കിലും അതിനനുസരിച്ച് അവൾ മോഡുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ കീർത്തി ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെയുള്ള ഒരു കംപ്ലൈന്റ്, ബാക്കി എല്ലാം അടിപൊളിയാണ്, നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ചില എൻഡ് നോട്ട്സ് മാത്രം ഹിറ്റ് ചെയ്യുന്നില്ല. അത് മാത്രം എനിക്ക് വേറെ ഇപ്പം സജല മിഴികൾ തേടുകയായി അതിൻ്റെ ആ എൻഡ് അങ്ങ് കാറ്റില് അങ്ങ് പോവാണ്. ഞാൻ അത് മാത്രം അതുപോലെ ശലഭമേ നീ പോയോ ആ യോന്റെ എൻഡ് നോട്ട്
അപ്പൊ ഈ എൻഡ് നോട്ട്സും ഒരു ബ്രെത്ത് മാനേജ്മെന്റ് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കീർത്തി. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു വോയിസ് മോഡുലേഷൻ. എവറിഥിങ് യു ഡൺ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. ഹൃദയനാഥന്റെ കംപ്ലൈന്റ് അല്ലേ, കുഴപ്പമില്ലാന്നല്ലേ? ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് കണ്ണടച്ചു. ആണല്ലേ? ഓക്കെ, ശരത് സർ. കീർത്തി, എന്തൊക്കെയാണ് ഈ രമ്യ നമ്പീശൻ എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരിയെ എനിക്ക് ചുമ്മാതെ അവിടെ ഇരുന്ന് മണ്ടത്തരായിട്ട് പാടിയപ്പോൾ കണ്ടുപിടിച്ച് ഞാൻ പാടിച്ചതാണ് ആണ്ടയിലുണ്ട്. അപ്പോൾ അതെനിക്ക് അവിടെ ഒരു സ്റ്റൈല്, അവരുടെ ടോൺ എനിക്കൊരു ഡിഫറെൻ്റായിട്ട് തോന്നി വിളിച്ചതാണ്. ഞാനിത് ഈ പാട്ടൊക്കെ പാടിയതിന് ശേഷം ഞാൻ രമ്യടുത്ത് പറയുകയും ചെയ്തു, നിന്നെയും മുട്ടിയിട്ട് നടക്കാൻ വയ്യല്ലോ രമ്യ, വലിയൊരു അബദ്ധമായി പോയല്ലോ ഞാൻ ചെയ്തത്. പക്ഷേ നല്ല പാട്ട് അവൾ ഉഗ്രമായിട്ട് പാടുന്ന ഒരാളും കൂടാണ് രമ്യ, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ എന്താ പറയണ്ടത്, ഇത് എഴുതിയത് റഫീഖ് അഹമ്മദ്, നമ്മുടെ ചങ്കാണ് അണ്ണാച്ചി, കുറേ ഇഷ്ടമാണ് എനിക്ക്. അതിലിത് കമ്പോസ് ചെയ്ത രാഹുൽ, അതിൻ്റെ അപ്പുറത്തെ ഒരു ചങ്കോത്സവമാണ് ഇപ്പോൾ ഈ പാട്ട്. അപ്പം എനിക്ക് കുറേ ഇഷ്ടമാണ്. പിന്നെ രമ്യ പറയേണ്ട കാര്യമില്ല, പിന്നെ ഉദയൻ, എല്ലാവരും ചേർന്ന് മനോഹരമാക്കിയ ഒരു പാട്ട് നന്നായിട്ട് തന്നെ പാടി കീർത്തി. താങ്ക് യു സർ. എനിക്കുള്ള ഒരു ഒറ്റ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സജല മിഴികൾ തേടുകയായി, എന്താണ് അതിൻ്റെ എൻ നോട്ട് എന്താണ്? സജല മിഴികൾ തേടുകയായി ആണോ? സജല മിഴികൾ തേടുകയായി മാറ്റുക ഇല്ലേ? അപ്പൊ അത് പാടണ്ടേ? പിന്നെ അതുപോലെ തന്നെ മധുഗണങ്ങൾ നല്ലന് ബെൻഡുണ്ടോ? ബെൻഡ് വേണമെങ്കിൽ അത്രേ ഉള്ളൂ. അത് മതിയല്ലോ. അതെന്ന് പറഞ്ഞാൽ ഒരു നോട്ട് മാതിട്ട് ഗാന്ധാരം വരെയാണത്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കണം. പിന്നെ അപ്പൊ അത് പാടണ്ടേ? ഇത് രണ്ട് സ്ഥലത്തും അതേ ഏരിയയാണ്. അത് ശരിയായിക്കൊള്ളണം. പിന്നെ ശലഭമേ അതൊന്ന് പാടാമോ നന്നായിട്ട്? ശലഭമേ നീ പോയോ, എല്ലാം ഫിനിഷ് കറക്റ്റാണ്. എന്താ ആ നോട്ടിലേക്ക് എത്തണം കൃത്യമായിട്ട്. പിന്നെ ചിറകിൽ ഉണരില്ലേ, ചിറകിലുണരില്ലേ, അത് ക്ലാരിറ്റി നീ. അപ്പൊ അത് ഓസിലേഷനൊക്കെ ക്ലാരിറ്റി വേണം. സമയനദിയാണ്, സമയനദി എന്ന് പാടിയിട്ടുണ്ട്. അത്ര ഞാൻ വിളിച്ച് വെള്ളപ്പൊക്കമായിരിക്കും നദിയിൽ വെള്ളം പൊങ്ങിയിട്ട്. സമയനദി അത്രയൊക്കെ ഉള്ളു. ഇരിക്കി അവസാനത്ത് തക്കത്തക്കിട്ട അത് പറയുമ്പോ എന്താണ് ഒരു സ്പെഷ്യൽ വികാരം ആ മുഖത്തും ഞാൻ കണ്ടു. ഒരു എന്താ പറയുക, ഒരുത്തനെ അടിച്ച് കൊല്ലാനുള്ള ഒരു ആക്രാന്തം. അത് 2 തവണ എനിക്കത് ഞാൻ നോക്കിയപ്പോ എന്തായിരുന്നു അത് ഞാൻ ചെമ്പൈയിൽ പഠിച്ച സമയത്ത് മൃദംഗായിരുന്നു സബ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എനിക്ക് ചൊല്ല് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടുള്ള ഒരു ആവേശത്തിന്റെ പുറത്ത് വന്നത്. അത് അതിനു മുമ്പുള്ളതും ചൊല്ല് പറയുമ്പോ ഇത്രയ്ക്കൊരു ആവേശമില്ലായിരുന്നു. ആ ഒന്ന് തള്ളി തകിട്ട പറയുമ്പോ എന്താണ് ഇത്രയ്ക്ക് ഒരു ഭീകരാവസ്ഥ ഫീൽ ചെയ്തു എനിക്ക്. പക്ഷെ അത് കൊള്ളാം, എനിക്കിഷ്ടമായി കേട്ടോ. കാര്യം സ്റ്റേജിലൊക്കെ പാടി അങ്ങനെ ആയതാണെന്ന് തോന്നുന്നല്ലേ? ആണോ? അതെ സർ. പറയൂ. ഇത്രയും സ്ട്രെയിൻ ചെയ്ത് സംസാരിപ്പിച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നോ? എന്താ? ഒന്നുമില്ല. ഐ ലവ് യു ചക്കരെ. ഐ ലവ് യു ടു സർ. നന്നായിട്ട് പാടി, നന്നായിട്ട്. താങ്ക് യു സർ. ചേച്ചി കീർത്തി എന്തോ ചേച്ചി നന്നായി പാടി. താങ്ക് യു ചേച്ചി. ഇതൊരു ഡിഫറെന്റ്, ഒരു യുണീക്ക് വോയിസ് ഉള്ള ഒരാളുടെ പാട്ടാണ്. അതെ. അപ്പം രമ്യ ഈ ഒരു പാട്ട് വളരെ സൂപ്പർ ഹിറ്റായ ഒരു സോങ് ആണ്. രമ്യ വളരെ ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. രമ്യയുടെ വോയിസിലാണ് രമ്യ അത് പാടിയിരിക്കുന്നത്. അതെ. രമ്യ സംസാരിക്കുമ്പോഴായാലും രമ്യ ഏത് പാട്ട് പാടുമ്പോഴും ആ വോയിസാണ്. അപ്പം ഇതില് കീർത്തി, എനിക്ക് തോന്നിയ ഒരു കാര്യം, കീർത്തി ഭംഗിയായിട്ട് പാടുന്നുണ്ട്. കീർത്തിയുടെ ഒരു എൻതൂസിയാസം, അത് പാടാനുള്ള ഒരു നേരത്തെ പറഞ്ഞ ത്വര, അത് പാടി ഫലിപ്പിക്കണം, അത് ആഗ്രഹം, അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. കീർത്തിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടെന്നുള്ളതും ആ ലാസ്റ്റിൽ ജതി വരുമ്പോഴത്തേക്ക് ആ ചൊല്ല് പറയുന്നതും അതൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ലൗഡായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയ ഒരു എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ, മോളുടെ വോയിസ്, നമ്മൾ ഇത്തരത്തിലൊരു വോയിസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഏറ്റവും റോ ആയിട്ട് പാടുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ അകത്തൊരു സോൾ, ഒരു ഫീല് വരും.
ആ ഫീൽ നമ്മൾ കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തണം. ഇത് വിജന സുരഭീവാടികളിൽ അങ്ങനെയും പാടാം, പക്ഷെ അതിലൊരു ഭയം കൂടെ വരും. നമ്മളെ ഭയപ്പെടുത്തുക എന്നുള്ളതല്ല, ആ വോയിസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ പിക്ചറൈസേഷനൊക്കെ കണ്ടിട്ടില്ല, എന്ത് മനോഹരമായിട്ടാണ് ശരിക്കും രമ്യ എന്നല്ലേ അഭിനയിച്ചിരിക്കുന്നത്, ആ ഡാൻസ് ചെയ്തിരിക്കുന്നതും ആ ഫീൽ കൊണ്ടുവന്നു. അപ്പോൾ ഷീസ് ആൻ ആക്ട്രസ്. അപ്പം അതും കൂടി ഒരു എക്സ്ട്രാ എലിമെന്റ് ഉണ്ട്. പാടുമ്പോഴത്തേക്ക് ആ ഒരു ചിന്ത അതിലേക്ക് പോകും. അപ്പം മോൾക്കതിൽ പാടുമ്പോൾ ചില ഭാഗങ്ങൾ ഈ അതിൻ്റെ എൻഡിങ്സ് ഒക്കെ ശ്രുതി ചേരായിക തോന്നി ചില ഭാഗങ്ങളിലൊക്കെ. അത് കുറച്ചുകൂടി ഇതിൻ്റെ അകത്ത് ഈ നോട്ട്സ് ഇത്രയും പഠിച്ച ഒരാളാണ്. അപ്പോൾ ആ നോട്ട്സിനൊരു വികാരമുണ്ട്. നമ്മൾ ആ തിങ്കിങ് സിനിമയുടെ പെർസ്പെക്റ്റീവിൽ നോക്കിയില്ലെങ്കിൽ പോലും ആ നോട്ട്സിനൊരു വികാരമുണ്ട്. അത് ചേർന്ന് വരുമ്പോൾ അതിനൊരു സുഖമുണ്ട്. അത് ഒരു അറ്റാക്കിംഗ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പം നമ്മൾ യുദ്ധത്തിനല്ല പോകുന്നത്. അപ്പോൾ ആ ഒരു ഫീല് വോയിസിൻ്റെ നമ്മുടെ ഒരു ടെക്സ്ചർ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫീലിൽ അത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം. അത് മോളൊന്ന് ശ്രമിക്കുക. അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെടും. ഞാൻ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ശരത് സാറും ഷാനും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്തായാലും നമ്മുടെ കോറസും എല്ലാവരും ചേർന്ന് ഇത് ഗംഭീരമാക്കി, ഓർക്കസ്ട്രയും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ശ്രുതി ചാലഞ്ചിൽ തരക്കേടില്ലാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ കീർത്തി കമന്റ്സ് ഒക്കെ കഴിഞ്ഞു. ഈ ഒരു പാട്ടിനുള്ള ഇമ്പോർട്ടൻസ് പോലെ തന്നെ ഡാൻസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കീർത്തി നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഡാൻസർ ആണ്. നമുക്ക് കീർത്തിയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഇല്ലേ? പിന്നെ കീർത്തി റെഡി? ഇവനെ വിട്ട് കളിയില്ല. ചെല്ലു ഹൃദയനാഥ. കീർത്തി ഹൃദയനാഥൻ നാണം കൊണ്ട് അല്ല, ഹൃദയനാഥന്റെ കയ്യിൽ നിന്ന് രക്തം വരുന്നു, നഖം കടിച്ച് നാണിച്ചിട്ട്. ഓക്കെ, താങ്ക് യു. നമുക്ക് ചോദിക്കാം. ഹൃദയനാഥ കീർത്തി എന്തോ സർ? 8.9. താങ്ക് യു മാം. താങ്ക് യു സർ. താങ്ക് യു മാം. क्या हो रहा है? विक्रम घोरपड़े. ഒരു മാമിനെ നോക്കിയ ഹൃദയനാഥ എന്ന് വിളിച്ചോണ്ടിരുന്നു. ഒരു മാമൻ. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ശരത് സർ? യെസ്, 8.8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി? എൻ്റെ ഹൃദയത്തിലുള്ള മാർക്സ് ഇതാ ഞാൻ ഈ കടലാസിൽ എഴുതിയിട്ടുണ്ട്, ടിഷ്യൂ പേപ്പറിൽ ഈ കുടത്തിലിടുന്നുണ്ട്. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 17.7. താങ്ക് യു. ഓക്കെ ഡാ, ഓൾ ദി ബെസ്റ്റ്. അടുത്തത് ഒരു ഹിന്ദി റെട്രോ വൈബ്. പിടിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം സഞ്ജയ്. मेरे नैना सावन भादो, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा. मेरे नैना सावन भादो, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा.
दिल दीवाने खेल है क्या जाने, दर्द भरा ये गीत कहाँ से इन होठों पे आए, दूर कहीं ले जाए। भूल गया क्या भूल के भी है मुझको याद जरा सा, फिर भी मेरा मन प्यासा। बात पुरानी है, एक कहानी है, बिजुली बनकर गगन पे चमकी, बीते समय की रेखा मन संग आँख मिचोली खेले, आशा और निराशा, फिर भी मेरा मन प्यासा। बरसों बीत गए हमको मिले बिछड़े, बिजुली बनकर गगन पे चमकी, बीते समय की रेखा संग आँख मिचोली खेले, आशा और निराशा, फिर भी मेरा मन प्यासा। मेरे नैना सावन भादो, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा। സഞ്ജയ് സൂപ്പർ ആയിരുന്നു. താങ്ക് യു താങ്ക് യു. പിന്നെ കോസ്റ്റ്യൂം എന്താടാ, പല ഇതും എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണോ? അതെ. എവിടെ നിന്ന് വാങ്ങിച്ച്? ഇവിടെ തന്നെ കിട്ടിയ കോട്ടാണ്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചേച്ചി. സഞ്ജയ്, സൂപ്പർബ് സോങ് ഡാ, സൂപ്പർബ് സോങ്. ഇത്ര നല്ലൊരു സെലക്ഷൻ ഈ ഒരു റൗണ്ടിന്. ശരിക്കും ആ ഒരു ബോളിവുഡ് പഴയ റെട്രോ വൈബിലേക്ക് തന്നെ പോയി. ഇത് ലതാജിയും പാടിയിട്ടുണ്ട് ഇതിന്റെ വേറൊരു വേർഷൻ. വളരെ സൂപ്പർബ് സെലക്ഷൻ. നന്നായി പാടി. ഇതില് എനിക്ക് തോന്നിയത് ഒന്ന് ഹിന്ദി ഡിക്ഷൻ, പിന്നെ ഇതില് ചില വാക്കുകൾ മേരേ അത്
അത് ശരിക്കും പറഞ്ഞു തന്നെ പഠിക്കണം. അത് പഠിച്ചാലേ അത് വരുള്ളൂ. അതുപോലെ അങ്ങനത്തെ ഒരു ശീലമില്ലാത്തത് കൊണ്ടാണ് ആ ഭാഷ അത് വരാത്തത്. നമ്മൾ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ എവിടെ ഒരു സ്ഥലത്ത് മാറിപ്പോയി അല്ലേ വരി? അനുപല്ലവി ചരണം തന്നെ പാടി അല്ലേ? അതേതായിരുന്നു? ഹിന്ദി ആയതുകൊണ്ട് മനസ്സിൽ നിൽക്കുന്നേ ഇല്ല. അത് മൂന്ന് സ്റ്റാൻസാ അല്ലേ? ഇതിനേക്കാൾ കുറച്ച് ഗംഭീരമാക്കാൻ പറ്റും സഞ്ജയ്ക്ക്. ഓക്കെ, പ്രാവശ്യം ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. സഞ്ജയ്, നല്ല പാട്ട്. നീ ഹിന്ദി അറിഞ്ഞൂടെങ്കിലും അതിനൊരു സോള് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സഞ്ജയ്. അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത് കിഷോർദയുടെ പാട്ട് തന്നെയാണ്. എനിക്ക് ഇച്ചിരി ഒരു പണയുടെ ഇഷ്ടം കൂടുതൽ കിഷോർദയുടെ പാട്ടാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ ആ മുകളിൽ പാടുമ്പോൾ ആ സസ്റ്റൈന് കൊടുത്തേക്കുന്ന ഒരു വിബ്രാറ്റോയ്ക്ക് വരെ അർത്ഥമുണ്ട്. ചുമ്മാ അങ്ങ് പാടുകയല്ല മണ്ടത്തിനായിട്ട് കേട്ടോ. കുറേ സന്തോഷം കേട്ടോ. എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടെടുത്തുകൊണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം സഞ്ജയ്. പിന്നെ ഈ ഡിക്ഷൻ കുറച്ചും കൂടെ ഫിർഭി എന്നൊക്കെ ഉള്ളത് കുറച്ചും കൂടെ ഒരു സുഖമാക്കാമെന്ന് എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെ തോന്നുമെങ്കിൽ ആലോചിച്ച് നോക്കാം. ഞാൻ ഹിന്ദിയിൽ നിൻ്റെ ഗുരുവാണ്. അപ്പോൾ അത് ആലോചിച്ചാൽ മതി കേട്ടോ. ഒരു ബലവും വേണ്ട കേട്ടോ. സംഗതികൾക്കൊന്നും ഒരു അങ്ങനെ ഒരു ശക്തിയുള്ള അങ്ങനെ കൊടുക്കേണ്ട പാട്ടുമല്ല. അതൊന്നും വേണ്ട. രാജ് ഓണർ അല്ലിത്. അതിമനോഹരമായിട്ടുള്ളൊരു കോമ്പസിഷനാണ്, പറയാതിരിക്കാൻ വയ്യടാ. അതിൻ്റെ ഓർക്കസ്ട്രേഷനും എന്താ ഡിഫറെൻറ്റ് തലങ്ങൾ നമ്മളെ കാണിച്ചു, പല കളേഴ്സ് നമ്മളെ കാണിച്ചു തരുന്ന വിധത്തിലൊരു ഓർക്കസ്ട്രേഷനുമാണ് അദ്ദേഹം നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള പാട്ട്. ഓൾ ദി ബെസ്റ്റ് സഞ്ജയ്. താങ്ക് യു സർ. ഷാനിക. സഞ്ജയ് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രത്യേക സ്ട്രക്ചറുള്ളൊരു കോമ്പോസിഷനാണിത്. ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞ പോലെ ഒരു കുറേ വിഷൻസ് അല്ലെങ്കിൽ കുറേ വിഷ്വൽസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ടൈപ്പ് ഒരു ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര കമ്പോസിഷൻ. പിന്നെ ഇത് പാടിയിരിക്കുന്നത് കിഷോർദ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഇത് പാടും, ഒരു ഭാഗത്ത് മേരെ സാമനെ വാലെ ഖിടിക്കിയുമേ പാടും, അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും പാടും. അത് വെർസറ്റാലിറ്റിൻ്റെ അങ്ങേ അറ്റാണ്. അതും ആ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടം എന്നൊന്ന് ഓർക്കണം. അപ്പം അത് വേറെ മനുഷ്യൻ, നമുക്ക് അവരെ പറ്റി സംസാരിക്കാൻ പോലും യോഗ്യതയില്ല. അത്രയും ഗംഭീര സിംഗറും മ്യൂസീഷ്യൻസിൻ്റെയും ഒരു ഉഗ്രൻ കമ്പോസിഷൻ. സഞ്ജയ്, എനിക്ക് പറയാനുള്ളത്, ഓക്കെ ലിറിക്ക് തെറ്റി, അത് സ്മാർട്ടായിട്ട് മാനേജ് ചെയ്തു, അത് ഓക്കെ. ഇപ്പോൾ വരികൾ അറിയാത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലിറിക് ഷീറ്റ് ഫ്രണ്ടിൽ ഇല്ലെങ്കിൽ ഇതാർക്കും മനസ്സിലാവില്ല. അത് അത്രയും സ്മാർട്ടായിട്ട് സഞ്ജയ് മാനേജ് ചെയ്തിട്ടുണ്ട്. അത് ഹാറ്റ്സ് ഓഫ്. അതൊരു കഴിവാണ് കേട്ടോ. പക്ഷെ അത് സംഭവിക്കാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. ബാക്കി നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. സഞ്ജയ് ഉഗ്രം പാട്ടുകാരനാണ്, അതിൽ യാതൊരു തർക്കവും. അത്ര നന്നായിട്ട് തന്നെ പാടി. സഞ്ജയ് 8.7 മാർക്സ്. 8.7. അതും അത് തന്നെ, സെയിം മാർക്സ്. എന്താ അവിടെ എന്ത് പറ്റി എന്നാലോചിച്ച് തകാനക്കുടത്തിലേക്ക്. ടോട്ടൽ 17.4. ഓക്കേടാ. അടുത്തതായി ശ്രുതി ചാലഞ്ച് റൗണ്ടിൽ പാടാൻ വരുന്നു ശിവാനി. പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ. പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നു ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ. കാണാത്തിരുമുറിവുകളിൽ
പാടും താരാട്ടിൻ നീണം ഏറ്റുപാടും സ്നേഹദേവദൂതകേ വരൂ നീ വരൂ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ ഉള്ളിവാ അന്തിപ്പൂമാനം പൊന്നു ഞാലാട്ടും മന്ദാര പൂക്കൾ ഉള്ളിവാ ഉണ്ണിക്കിനാവിൻ ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചു ഉണ്ണിക്കിനാവിൻ ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചു ആരുടേതോതുമായി ആടും മേഘമഞ്ചലിൽ ആരെ തേടി വന്നണഞ്ഞു നീ ആടിമാസക്കാറ്റി ദേവദൂതർ പാടും ഈ വഴി ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ ഉള്ളിവാ അന്തിപ്പൂമാനം പൊന്നു ഞാലാട്ടും മന്ദാര പൂക്കൾ ഉള്ളിവാ കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാ 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 ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ ഉള്ളിവാ ലാ 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 ലാ. ഗുഡ് ഗുഡ് ഗുഡ്. ശിവാനി ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ചലഞ്ച് റൗണ്ട്? നല്ല മികച്ച ചലഞ്ചായിരുന്നു ഇത്. നല്ല മികച്ച ഒരു ഇതല്ലേ? എന്നാലും പറ, എക്സ്പീരിയൻസ് പറ. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണ്. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ബി ജിയിൽ തന്നെയല്ലേ പാടി ശീലമുള്ളൂ. അപ്പൊ ഈ ശ്രുതി വരുമ്പോൾ നമുക്കൊരു എന്താണ് ഒരു ഫ്ലോട്ടിങ് എഫക്റ്റാ. മറ്റ് ഡിസ്റ്റർബൻസ് അങ്ങനെ അല്ല കേട്ടോ പറഞ്ഞത്. മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല അത്. അല്ലെങ്കിലും ശിവാനി നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, ഇവിടെ പാച്ചും കൂട്ടരും ഇവിടെ എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആണ്. വേറെ നിവൃത്തിയില്ല. ശ്രുതി മാത്രം മതി കേട്ടോ. അങ്ങനെ ഒരു ഫീലാണ്, സുഖമാണ്. പറഞ്ഞ സത്യമാണെന്നാ അവള് സമ്മതിച്ചു. അതെ, പക്ഷെ നിന്റെ ശബ്ദം മാത്രം ഇങ്ങനെ കേൾക്കുമ്പോ എങ്ങനെയുണ്ട്? എനിക്കിഷ്ടം എന്റെ സൗണ്ട്. അച്ചോ, സൂപ്പർ, ഗുഡ്. ചോദിക്കാം. ശരത് സർ. ശിവാനി സാർ. ഉഗ്ര സെലക്ഷൻ ശിവാനി. താങ്ക് യു സാർ. വണ്ടർഫുൾ സോങ്. ആ ഗ്ലൈഡ് ഒന്ന് കൃത്യമായിക്കോണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഇത് ഇങ്ങനെയുള്ള മെലഡീസ് ഒക്കെ പാടുമ്പോൾ അതിൻ്റെ ആ ചെറിയ സംഭവങ്ങളാണ് അതിന് ലൈഫ് തരുന്നത് കേട്ടോ. അത് മനസ്സിലായിക്കോണം ശിവാനി. നന്നായിട്ട് തന്നെ പാടി. പിന്നെ ആലല്ല, അത് ചുമ്മാ ഒരെണ്ണമല്ല, ഇത് എത്ര ശ്രുതി എഫ്. അപ്പോൾ അവസാനത്തെ C7 കോഡിന് അത് വന്ന് കൃത്യമായില്ലെങ്കിൽ അത് കൊള്ളത്തില്ല. അങ്ങനായിട്ട് കാര്യമില്ല. ഒരു ഇളുക്കുണ്ട്, അത് കുറച്ചും കൂടെ അത് ഞാൻ പറയുന്നത് ആ കോഡ് മനസ്സിലുണ്ടാവണം. അത് എന്താണ് കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ പാടിയാൽ അത് ഒരു കൃത്യമാകും എന്നുള്ളത് ആ ഒരു ധാരണയും കൂടെ വേണം. പിന്നെ ചെല്ലക്കുറിഞ്ഞി പൂത്തു. ആ പൂത്തു ആണ്, 2 തായുണ്ട്. പൂതു എന്നാ പാടുന്നത്. ജോൺസന്റെ പാട്ടാണിത്. ഇതിലൊരു മ്യൂസിഷ്യൻ സാധാരണ
വേറെ ആർക്കും വായിക്കാത്ത ഒരു മ്യൂസിക് ഡയറക്ടർ. വളരെ റെയറായിട്ട് അദ്ദേഹം വെളി മ്യൂസിക് ഡയറക്ടേഴ്സിനെ വായിച്ചിട്ടുള്ളൂ. ഒരു ഫ്ലൂട്ടിസ്റ്റ്, അദ്ദേഹമാണ് ഇതിന് ഫ്ലൂട്ട് പ്ലേ ചെയ്തേക്കുന്നത്. ആരാന്നറിയാം? ഇല്ല. നെപ്പോളിയൻ സാർ. നെപ്പോളിയൻ സാർ രാജാ സാറിൻ്റെ ഫ്ലൂട്ടിസ്റ്റാണ് കേട്ടോ. അദ്ദേഹം അങ്ങനെ വെളിയിൽ പോയി വായിക്കുന്ന ഒരാളല്ല. അപ്പം അദ്ദേഹമാണ് ഇതിൽ ഫ്ലൂട്ട് വായിച്ചത്. ഈ നെപ്പോളിയൻ ആരാണെന്നറിയാമോ? ഒരു പാട്ടുകാരനും കൂടാണ്. അരുൺമൊഴി എന്ന പേരിൽ പാടുന്ന ഒരു വ്യക്തിയാണ് നെപ്പോളിയൻ സാർ കേട്ടോ. അപ്പൊ ചക്കര അത്രേ ഉള്ളൂ. ചേച്ചി ശിവാനി ചേച്ചി സുന്ദരിയായിട്ടുണ്ട്, ഒരു റോസാപ്പൂ പോലെ ഇരിക്കുന്നു കാണാൻ. താങ്ക് യു. ഒരു സ്റ്റൈലിഷ് പാട്ടും കൊണ്ടുവന്നു. ഈ പാട്ട് ജാനകിയമ്മയുടെ വോയിസ്, അമ്മ കൊടുത്തിരിക്കുന്ന ഒരു ഫീല്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മോൾ അസലായിട്ട് പാടി. മോളുടെ ഒരു വോയിസ്, മോളുടെ ഒരു രീതിയിൽ പാടി. എനിക്ക് തോന്നി കുറച്ചുകൂടെ ചിരിക്കാമായിരുന്നു, ഒരു സന്തോഷം കൊണ്ടുവരാമായിരുന്നു പാട്ടിലെന്ന് തോന്നി. ശ്രുതിയുടെ കാര്യം ആലോചിച്ചിട്ട് ഇപ്പം മ്യൂസിക് നിൽക്കും, ഞാൻ പാടണല്ലോ എന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ. അത് അങ്ങനെ ഒരു ടെൻഷനേ എനിക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് ഒരു ലിസണർ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. ആ മോള് കുറച്ചുകൂടി ഒന്നൊരു ഹാപ്പി ആയിട്ട് പാടാമായിരുന്നു എന്നുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ട്. കാരണം ഇതിനകത്ത് ഒരു ഊഞ്ഞാലാടുന്ന പോലെ ഒരു ഫീലാണ് ഈ പാട്ട് മുഴുവൻ. ഇങ്ങനെ നമ്മളിങ്ങനെ ഊഞ്ഞാലാടുന്നത്, അത് ഇങ്ങനെ പോണം ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ശരത് സാറിന്റെ നമ്മളൊരു അദ്ദേഹത്തിന്റെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നത്. തിരിഞ്ഞു അല്ലെങ്കിൽ ഞാനിവിടെ ആടിവാ കാറ്റേ എന്ന് പറഞ്ഞ സാർ അവിടെ ഇങ്ങനെ വേറെ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കും. അതാണ് മോളെ കാര്യം. ശരിക്കും ഇപ്പൊ അമ്മ കൊടുത്ത, ഇപ്പൊ സാറിന് സാർ പറ്റുമായിരുന്നെങ്കിൽ പാടി തന്നേനെ. അതിൻ്റെ ഇടയിലുള്ള ആടിവാ കാറ്റേ താരരാര അതുണ്ട്, ആടിവാ കാറ്റേ ആടിവാ കാറ്റേ എല്ലാം ഉണ്ട്. പല പല സ്ഥലങ്ങളിലും അത് സിമ്പിളായിട്ടാണ് അമ്മ പാടിയിരിക്കുന്നത്. അതിൽ കൂടുതൽ ഇമോഷൻസ് ആണ് ആ പാട്ടിനകത്തുള്ളത്. പിന്നെ ഇതിൽ അനുപല്ലവിയിലും ചരണത്തിലും ആ ലൈൻ മോള് കട്ട് ചെയ്തു. അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ വോയിസിൻ്റെ അകത്ത് ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണം. കാരണം ഇതൊക്കെ നല്ല ത്രോട്ടഡ് ആയിട്ട് പാടണം. അതവിടെ ആ എന്താ പറയുക, അമ്മയുടെ വോയിസ് എത്ര ഓർക്കസ്ട്രേഷൻ ഉണ്ടെങ്കിലും അമ്മയുടെ വോയിസ് ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ അത് മോൾ അത് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക്ക ഖാദർക്കട പുട്ടും മട്ടനും കഴിച്ചിട്ടിരിക്കുകയാണ്. അതാ കളമശ്ശേരി വിളറിയിട്ടുണ്ട്. അല്ല നീ ഷാനെ, നീ അത് പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടെ പറ. ചിക്കൻ ലെഗ് സമോസ പഫ്സ്. അതായത് ഫിസാറ്റിൽ ഷൂട്ട് ചെയ്യുന്ന സമയം അപ്പം വിനീതിന്റെ ഒരു മാനേജർ ഉണ്ട്, വിഷ്ണു എന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ വിഷ്ണുയുടെ ഏറ്റവും വലിയ ഒരു ദൗത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ ഷൂട്ടിംഗ്, വിനീതിന്റെ ഷൂട്ടിംഗ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിസരത്തെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് ഏതാണ്, ബേക്കറി സാധനങ്ങൾ കിട്ടുന്നത് എവിടെയാണ്, ഇതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വിഷ്ണുവിന്റെ ദൗത്യം. അപ്പൊ ഞങ്ങൾ ഈ ഫിസാറ്റിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു, വിനീതിന്റെ എന്തോ ഒരു സോളോ ഷോട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ത്രൂ ഔട്ട് നമ്മൾ ഒരുമിച്ചുണ്ട്. അപ്പം ഈ വിഷ്ണു വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇക്ക നിങ്ങൾ ചിക്കൻ ലെഗ് പഫ്സ് കഴിച്ചിട്ടുണ്ടോ? നമ്മൾ ചിക്കൻ ലെഗ് പഫ്സോ? ചിക്കൻ പഫ്സ് കഴിച്ചിട്ടുണ്ട്, വെജ് പഫ്സ് കഴിച്ചിട്ടുണ്ട്, മുട്ട പഫ്സ് കഴിച്ചിട്ടുണ്ട്, ചിക്കൻ ലെഗ് പഫ്സ് എന്താണ്? മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ എനിക്കും വിനീതനും ഒക്കെ മേടിച്ചു തന്നു. എൻ്റെ പൊന്നുമോളെ, അതാണ് പഫ്സ്. ഈ ഫിസാറ്റിന്റെ അടുത്ത് മോദി ബേക്കറി എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട്. അവിടെ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് അവിടെ കൊണ്ട് ഇടുന്നതും കാണാം, അത് തീരുന്നതും കാണാം. ബേസിക്കലി ചിക്കൻ ലെഗാണ്, അതിന് ചുറ്റും ആണ് ഈ പഫ്സ് പരിപാടി. അപ്പൊ ചിക്കൻ ലെഗ് കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ പഫ്സ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കഴിക്കാം. നമ്മള് അത് കഴിച്ചത് മാത്രം ഓർമ്മ ഉണ്ടാവും, പിന്നെ ഇങ്ങനെ ഇരിക്കും. നമ്മളെയൊക്കെ പറഞ്ഞു കൊതിപ്പിച്ചു. അതെ, ഞാൻ എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം. അവിടെ ഉണ്ടെങ്കിൽ കൊണ്ടുവരണേ. കൊണ്ടുവരാം. അതെ ഷാൻ, എനിക്കാകെ ഒരൊറ്റ സംശയമേ ഉള്ളൂ. എന്നാ നമ്മളിത് സൂപ്പർ സ്റ്റാർ ആണോ ആനീസ് കിച്ചൺ ആണോ? നിങ്ങളല്ലേ മുട്ട പഫ്സിനെ പറ്റി പറയാൻ പറഞ്ഞത്? നമുക്ക് ഫുഡൊക്കെ സംസാരിക്കാലോ. എനിക്ക് അത്രയും പ്രൊഡക്ഷൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് എന്റെ കൺട്രോൾ. പക്ഷെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല ഷാൻ, ഞങ്ങൾക്ക് ഇത് കൊണ്ട് തരൂ. ഫുഡോ? അല്ല, ഞാനൊരു വാക്ക് തരാം. ഇത് നാളെ തന്നെ ഞാൻ ഈ എന്താണ് എന്റെ അത് ഞാനിവിടെ എത്തിച്ചിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ചിക്കൻ ലെഗ് പഫ്സ് നമുക്ക് കിട്ടും. ചിക്കൻ ലെഗ് പഫ്സ് ഫിസാറ്റിനടുത്തുള്ള മോദി ബേക്കറി. മറക്കല്ലേ. ഓക്കെ,
അതിന് അത്രേ ഉള്ളൂ ശിവാനി. നമ്മുടെ ത്രോട്ട് മാക്സിമം നമ്മൾ യു ഹാവ് ടു ടേക്ക് കെയർ. ഓക്കെ സാർ. പിന്നെ ശിവാനി വോയിസ്, ഞാൻ അതാ എഴുതിയത്, നല്ല വോയിസ് ആണ്. താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ വോയിസ്. ഒരുപാട് ഭാഗത്ത് ഡൈനാമിക്സ് ഒക്കെ ഭയങ്കര രസമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മനസ്സിലായില്ലേ? അതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ സാർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ, ശിവാനിയുടെ മാർക്ക്. ശിവാനി സാർ. 8.6. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക. 8.6. താങ്ക് യു സാർ. ഷാനിക്ക. ശിവാനി ഗാനക്കുടത്തിലേക്ക് മാർക്ക് ഇടുന്നു. താങ്ക് യു ഓക്കെ, ചേച്ചി. സോ ടോട്ടൽ 17.2. ഓക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ ശിവാനിയുടെ പെർഫോമൻസോട് കൂടി നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ആഹോ. സമയം 9 മണിയായി. ഓ നോ. വിശക്കുന്നു. നമുക്ക് എല്ലാവർക്കും പോവാം. ബൈ. ആവാം. ഗുഡ് നൈറ്റ്. Bye. നൈറ്റ്.